അതെ, ഇന്നൊരു ചക്ക വേവിച്ചതിൻ്റെ റെസിപ്പി ആവാമെന്ന് കരുതി. ഈ വർഷം കിട്ടിയ ആദ്യത്തെ ചക്കയാണ് വേവിക്കാനായിട്ട്. നമ്മളൊരു പഴുത്ത ചക്ക നമ്മൾ എറണാകുളത്തുനിന്ന് വാങ്ങിച്ചത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ ഒരു പീസിന് 70 രൂപയ്ക്കാണ് ആ വരിക്കച്ചക്ക വാങ്ങിച്ചത്. അത് ചക്ക പഴുപ്പിച്ച് തിന്നപ്പം തന്നെ ഒരു കൊതി ഉണ്ടായിരുന്നു, കുറച്ച് വേവിച്ച ചക്ക തിന്നണമെന്ന്. അങ്ങനെ അമ്മ നാട്ടിൽ നിന്ന് വന്നപ്പോൾ എനിക്കൊരു ചക്ക കൊണ്ടുവന്നു. അപ്പോൾ അതെങ്ങനെയാണ് വേവിക്കുന്നതെന്ന് ഓൾമോസ്റ്റ് എല്ലാ അമ്മമാർക്കും അറിയാം. എൻ്റെ രീതിയിൽ ഞാനൊന്ന് കാണിച്ചു തരികയാണ്. ഞാൻ ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ സാധാരണ തോരൻ അരയ്ക്കും പോലെ തന്നെ തേങ്ങ, പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ചതച്ചിട്ട് ചക്കയിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. ചക്കയിലേക്ക് ചേർത്തിട്ട് ചില ചക്കയ്ക്ക് വേവ് ഉണ്ടാവും, ഒരുപാട് വേവായിരിക്കും. അപ്പോൾ അതനുസരിച്ച് മാക്സിമം ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തോളം, ചെറിയൊരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളത്തോളം ഒഴിച്ചിട്ട് ചെറിയൊരു തീയിൽ വെച്ച് വേവിച്ചെടുക്കും. ഇത് നല്ല രുചിയുള്ള ചക്കയാണ് കേട്ടോ. ഈ വർഷം കിട്ടിയ ആദ്യത്തെ ചക്ക ആയതുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ, നല്ല ടേസ്റ്റ് ആയിരുന്നു ചക്കയ്ക്ക്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളും ഇങ്ങനെ തന്നെയാണോ ചക്ക വേവിക്കുന്നതെന്ന് ഒന്ന് പറയണേ. പിന്നെ ചക്കയുടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് മീൻകറിയും ഉണ്ടായിരുന്നു. ആ മീൻകറിയൊക്കെ കൂട്ടി ചക്കയും കൂട്ടി നല്ലൊരു ഉച്ചയൂണിന്ന് ഉണ്ണാൻ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണേ. ടാറ്റാ, ബൈ.